കാര്യം മർക്കസിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ എക്സിബിഷനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ ഉണ്ട് വെള്ളം കോരുന്ന തൊട്ടി, മുമ്പ് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്ന കുത്തുപാള, മുമ്പ് കാലങ്ങളിലൊക്കെ മത്സ്യങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ഉപയോഗിച്ചിരുന്ന പാള കൊണ്ടുണ്ടാക്കിയ ഒരു കലാവിരുതാണിത്. വിഷറി 16 വിദേശ രാജ്യങ്ങളുടെ കറൻസികളാണ് ഇതിലുണ്ട്. ഉഗാണ്ടയുടേതുണ്ട്, അതേപോലെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. പിന്നെ കുട്ടികൾ തയ്യാറാക്കിയ കാലിഗ്രഫിയാണ് ഇത്. മക്കയും അതിൻ്റെ പരിസരവും ചെറിയ രീതിയിൽ വിദ്യാർത്ഥികൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് കഅബ, ഇത് സഫ മർവ എന്നാണ് പറയുന്നത്. സഫ മർവ, ജബൽ നൂറ്, ഇത് ഓർസോർ ഗുഹ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അവർ ചെറിയൊരു മിനിയേച്ചർ ഉണ്ടാക്കിയതാണ്. അതേപോലെ മുമ്പ് കാലങ്ങളിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്ന ഒരു സാധനമാണിത്. അതേപോലെ ഇത് വെറ്റില, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വല്യപ്പന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. മുറുക്കാൻ സൂക്ഷിച്ചിരുന്ന പെട്ടി. പിന്നെ ഇത് പഴയ കാലത്ത് സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് പെട്ടിയാണ്. പണ്ട് കാലത്തെ ഹാൻഡ് ബാഗാണിത്. ഓക്കെ. അതേപോലെ മുമ്പ് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരാൻ വരുമ്പോൾ കയ്യിൽ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഒട്ടകപക്ഷിയുടെ മുട്ടയാണത്. ഏകദേശം 25 വർഷം പഴക്കമുള്ള ഒട്ടകപക്ഷിയുടെ മുട്ടയാണത്. നല്ല ഹാർഡാണ് സാധനം. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഉള്ളത്തെ സാധനങ്ങൾ കളഞ്ഞിട്ടുണ്ട്, അതിൻ്റെ തോട് മാത്രമാണ്. ടൈപ്പ് റെക്കോർഡ്സ് ആണ്, റേഡിയോ ഉണ്ട്. ഏകദേശം മുമ്പ് കാലങ്ങളിലൊക്കെ വേറെ പരിപാടികളൊക്കെ പോകുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണിത്. ഉണ്ട് ടൈപ്പ് റെക്കോർഡ്സ്. ഇതൊക്കെ അത്യാവശ്യം നൊസ്റ്റാൾജിയ ഫീലിംഗ് വരുന്ന റേഡിയോ തന്നെയാണ്. ഒരുപാട് പഴക്കമുണ്ടെന്നത്. നാഷണൽ പാനസോണിക്കിൻ്റെ ആണ്. അതേപോലെ ബോട്ടിൽ ആർട്സ്. ഇത് ചട്ടകം, മരം കൊണ്ടുള്ള ചട്ടകം. ഇന്നൊക്കെ അത് സ്റ്റീലിൻ്റെ ഒക്കെ ആയി. മുമ്പ് കാലങ്ങളിൽ ഇതൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതേപോലെ പഴയ ഉപയോഗിച്ചിരുന്ന ഫോണ്, ലെൻസിൻ്റെ ഫോണ്, ലെൻസിൻ്റെ ഉള്ളത്. പിന്നെ ചെറിയ കീപാഡ് ഫോണ്, ലാൻഡ് ഫോണ്. പിന്നെ അതേപോലെ ഇതെന്താ സാധനം, ഇത് പുട്ടുകുറ്റിയാണ്. ഇത് മുളൻ്റെ അതിൽ ചൂടിക്കാർ ചുറ്റിയിട്ട് ഉണ്ടാക്കിയതാണ് പുട്ടുകുറ്റി. അതേപോലെ ഇത് വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. കത്തി, മീൻ വെട്ടുന്ന കത്തി, തോട്ടുന്നൊക്കെ മീൻ വെട്ടി പിടിക്കുന്നുണ്ടല്ലോ, അതിനുപയോഗിക്കുന്ന കത്തി. അതേപോലെ മലപ്പുറം കത്തി. ഈ മലപ്പുറം കത്തിയുടെ ഈ ഭാഗം മാനിൻ്റെ കൊമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ അടക്ക കത്തി. അടക്കൊക്കെ ഇപ്പോൾ മുറിക്കുന്നത് അന്യം നിന്ന് പോകുന്നൊരു കലാപരിപാടിയാണ് അത്. അതിൻ്റെ അടക്ക മുറിക്കാൻ ഉപയോഗിക്കുന്ന, അത് തൊലിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയാണ്. ചിരവ. ഇത് പിന്നെ കാളപൂട്ടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സാധനമാണ്. കൊട്ടക്കയിൽ ഏത്തക്കൊട്ട. കർഷകർ മുമ്പ് കാലങ്ങളിലൊക്കെ കർഷകർ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അതേപോലെ കൊതുമ്പ് കൊണ്ട് തോണി ഉണ്ടാക്കി വെച്ചിട്ടാണ്. മുമ്പ് കാലങ്ങളിൽ പാല് കറന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അതുപോലെ ഇത് ഒറ്റൽ, മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്നു. അതേപോലെ ഇത് വേറൊരു ട്രാപ്പാണ്, മീൻ പിടിക്കാൻ ഉപയോഗിച്ചത്. ഇതാ വേറൊന്ന്. ഇത് മുമ്പ് കാലങ്ങളിലൊക്കെ കറണ്ട് വരുന്നതിന് മുമ്പ് വസ്ത്രം ഇസ്തിരിട്ട് വരുന്ന ഒരു സാധനമാണ്. അതേപോലെ ഇത് ഒരു അളവുകോലാണെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. കൊട്ട, പലയുണ്ട്. ഇതവിടെ ഏകദേശം 37 വർഷം പഴക്കമുള്ള ഒരു കയ്യെഴുത്ത് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് മുതൽ ആദം നബി വരെയുള്ള പരമ്പരകളാണിത്. പ്രവാചകന്മാരുടെ പരമ്പരകൾ ജീവിക്കുന്നൊരു ഫ്രെയിമാണ്. അതിൻ്റെ ഫ്രെയിമൊക്കെ എനിക്ക് തോന്നുന്നു തേക്ക് കൊണ്ടുണ്ടാക്കിയ ഫ്രെയിമാകാനാണ് സാധ്യത. അതേപോലെ വേറെയും ഫ്രെയിമുകളുണ്ട് ഇവിടെ. ഇങ്ങോട്ട് വന്നാൽ പഴയ ഇരുമ്പിൻ്റെ ഒരു കുറ്റിയാണ് ഇത് കാണുന്നത്. മുമ്പ് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇത് അതേപോലെ ചൂടുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഇത് പത്തിരി പരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനം. ഇത് പായയാണ്, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പായ. പിന്നെ ഇത് അളവ് പാത്രങ്ങളാണ്.
ഇളക്കാൻ ഉപയോഗിച്ച നായി, അതേപോലെ കോളാമ്പി, കിണ്ടികൾ, ഒരുപാട് പലതരം കിണ്ടികളുണ്ട്. പിന്നെ വിളക്ക്, ഇത് മുമ്പ് കൈലുകളൊക്കെ എടുത്ത് വെച്ചിരുന്ന കൈലാറ്റം സാരണം, ഭരണി, ചെറിയ ഭരണിയുണ്ട്, വേറെ പല സംഭവങ്ങളുണ്ട്. മുമ്പ് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ക്യാമറകളാണിത്. അതേപോലെ ഒരു കുടം, കൈലാറ്റം ഇവിടെ ഉണ്ട്, മുറം, അതേപോലെ കൊട്ട, ചിരവ, കത്തി, ഇത് വേറൊരു ഐറ്റം കത്തിയാണ്, അത്യാവശ്യം നീളമുള്ള ഗ്യാസ് സ്റ്റോവ്, ഭരണികൾ, അതേപോലെ പഴയ കാലങ്ങളിൽ അളവ് പാത്രമായിട്ട് ഉപയോഗിച്ചിരുന്ന നായികളാണിത്. ഉണക്കമീനൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനമാണിത്. പഴക്കം ചെന്ന കിണ്ടികളുണ്ട്, പുട്ടുകുറ്റി, പെട്രോമാക്സ്, അതേപോലെ വിളക്കുകൾ, ഒരുപാട് വിളക്കുകളുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയൊരു വീടുണ്ട്, അതുപോലെ പല ആർട്ടുകളുണ്ട്. ഇതിൽ ഇവിടെ പല രാജ്യങ്ങളുടെ കറൻസി ഉണ്ട്. ഇത് കസ്തൂരിമാനിൻ്റെ കസ്തൂരിയാണ്, കണ്ടിട്ടുണ്ടോ? കസ്തൂരിമാനിൻ്റെ കസ്തൂരി, ഇതാണ് ആ സാധനം. അതുപോലെ പൂർണ്ണമായിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുണ്ടാക്കിയ ഒരു ഉടുപ്പാണിത്, നൂല് കൊണ്ടുണ്ടാക്കിയ ഉടുപ്പാണ്. ഒരു സ്റ്റിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നും, പൂർണ്ണമായിട്ട് നൂല് കൊണ്ടുണ്ടാക്കിയതാണിത്. അതേപോലെ ഇതെന്താ സാധനം? സോളാർ സിസ്റ്റം. ഓക്കെ. പഴയ കാലത്തുള്ള റേഡിയോകൾ വീണ്ടും ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ റേഡിയോകൾ ഇതാ, പൂഞ്ച, അതേപോലെ പുകയിപ്പിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഉണ്ട് ഇവിടെ. ഈ സാധനം ഒരു വെറൈറ്റി സാധനം തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർക്ക് കത്ത് അയച്ചിരുന്നത് ഈ സാധനത്തിലൂടെയായിരുന്നു. കത്ത് ഈ സാധനത്തിൽ ഇട്ടിട്ട് അതെന്ത് ചെയ്യും, ഇത് ഇവിടെ ഓപ്പൺ ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇതിലിട്ടിട്ട് കത്ത് നിറച്ച് അത് രാജാക്കന്മാരിലേക്ക് കത്തയച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു. അതുപോലെ അത് എഴുതിയിരുന്ന പേന ഇവിടെ ഉണ്ട്. ഇത് കിണ്ണം. അതുപോലെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. നൊസ്റ്റാൾജിയ ഫീലിംഗ് വരുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്.